സോയ സായിലെടുക്കും ഞാൻ ചെയ്യാൻ മറിച്ച് ഗെയിമിങ് എത്തി. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടാക്സി ആയിട്ട് ഓടിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ മറ്റു വീടില്ലേ സെക്കൻഡ് ഹോം, അവിടെ ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലിലേക്ക് എപ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ വരും. ലുസൈൽ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവിടേക്ക് വരുന്ന ആൾക്കാർക്ക് ടാക്സി ആയിട്ട് ഓടിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. നമുക്കവിടെ പോയി ചോദിച്ചു നോക്കാം എന്തായാലും ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയതാണെങ്കിൽ നമ്മുടെ പഴയ ഹോമിലാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കടയിലൊരാളിനെയും കാണുന്നില്ല, കട പൂട്ടിയിട്ടിരിക്കുന്നത്. നമുക്കിവിടെയുള്ള ആരെങ്കിലും അടുത്ത് ചോദിച്ചു നോക്കാം. ചേച്ചീൻ്റെ അടുത്തൊന്നും ചോദിക്കണ്ട, അവർക്കൊന്നും അറിയണ്ടാവില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ ഈ ഇമ്പസിഫിളോ? ഹലോ ചേട്ടാ, ഈ ലൂസൈ ഹോട്ടലിലത്തെ ആളൊക്കെ എവിടെ പോയി? ലൂസൈൽ ഹോട്ടലോ? ഹോട്ടലിൽ മുതലാളി ഞാൻ തന്നെയാണ്. എന്നിട്ടെന്ന് ചോദിച്ചേട്ടാ ഇത് അടച്ചിട്ടിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണ്ട, അത് കാരണം ഞാൻ അടച്ചിട്ട്. നീ ഒന്ന് പോയി കേക്ക് പറയാൻ സമയമില്ല. ചേട്ടാ ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാനാ. ഈ ബൊലേറോയിട്ട് നിങ്ങളുടെ കടയിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ ടാക്സിയിലേക്ക് കൊണ്ടാക്കി കൊടുക്കാമല്ലോ. അതുപോലെ ഓട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾ ഒന്ന് ഇവിടെ നിർത്തുമോ? നിങ്ങളുടെ ഷോറൂമിലേക്ക് അത് ഉപകാരമാവും. ഓക്കെ എനിക്ക് അതിനൊരു താല്പര്യം. ഞാനൊരാളിനോ അതിന് നോക്കി വെച്ച് കയറി. നിങ്ങൾ ഈ ബൊലേറോ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ഫുള്ള് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടൊന്ന് വായോ. റോസായെന്നൊക്കെ സ്റ്റിക്കർ പറ്റുമെങ്കിൽ അടിച്ചോ. ഓക്കെ ചേട്ടാ, താങ്ക്സ്. അപ്പോൾ ഗേൾസ്, നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആളെ വേറെ എവിടേക്കോട്ട് പോകാൻ പോകുന്നു. അതാണ് ഹോട്ടലിൽ അടച്ചിട്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് കൊണ്ടുപോയിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാം. നമുക്ക് അറിയുന്ന ഒരാളുണ്ട്. നമുക്ക് കാറും വണ്ടിയും ഒക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് തരുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം ഗൈസ്. ഫൈനലി നമ്മൾ ആളുടെ കടയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മശേട്ടൻ്റെ കടയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഉമ്മശേട്ടനുണ്ട് ഒരുപാട് കറങ്ങി നടക്കണം. ഉമ്മശേട്ടാ ഹലോ ഉമ്മശേട്ടാ, നിങ്ങൾ എനിക്ക് ബൊലേറോ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് കളറൊക്കെ മാറ്റി തരുമോ? ബൊലേറോയോ? അതെ ഓക്കെ, ഞാൻ ഉറപ്പായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. അത് ഇന്ന് തന്നെ ചെയ്ത് കിട്ടുമോ? ഉറപ്പില്ല, ഞാൻ ഇന്ന് തന്നെ ആക്കി തരാം നിനക്ക്. അപ്പോൾ അന്ന് ആയിക്കഴിഞ്ഞാൽ വിളിച്ച് പറയണം കേട്ടോ. ഓക്കെ ഇപ്പൊക്കെ പോകാൻ വല്ല വണ്ടി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പോകാൻ വല്ല ബൈക്കോ വണ്ടിയോ? സൈഡിലൊരു MT ഇരിക്കുന്നുണ്ട്, അത് എടുത്ത് പോയിക്കോന്ന്. ഓക്കെ ചേട്ടാ, അപ്പം ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ വിളിക്കട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഉമ്മശേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഇനി എന്തായാലും പോയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ സെറ്റ് സാധനമാവും എന്തായാലും. അപ്പം നമുക്ക് വണ്ടി ഫുള്ള് നേരാക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, സംഭവങ്ങളൊക്കെ ആൾ സെറ്റാക്കിയിട്ട് ഇവിടെ മുറ്റത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ വണ്ടി എടുത്ത് പോയിക്കോ, ഈ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ആൾക്ക് ഒരു വണ്ടി പഞ്ചറായിട്ട് ആൾ പോയിക്കാണ് ഗൈസ്, പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ GP ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2500 രൂപയാണ് കളർ മാറ്റാനായി. നമ്മളിപ്പോൾ തൽക്കാലം റെഡാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മളത് ഇടുന്നത് ഓരോ ദിവസം ഓരോരോ കളറാക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതായിട്ട് നമുക്ക് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം ഗൈസ്. എന്നിട്ട് ഓർഡറൊക്കെ നമുക്ക് കാറിൽ തന്നെ പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതായിരിക്കണം. ഷോറൂം തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡോർ നൈസായിട്ട് തുറന്ന് വന്ന് ബാക്കിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ടാക്സി ഒരു പോർഷൻ ഉണ്ടാക്കിക്കണം.
ഉണ്ടാക്കിക്കൊന്നും വേണ്ട, നമുക്ക് ടാക്സി ഓട്ടം പോകാണ്ട് പറഞ്ഞിട്ട് വല്ലത് കാക്ക അവിടുന്ന് ഒരു വണ്ടിയും ഇല്ലാതെ ഇറങ്ങി പോകുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ടാക്സി ഓട്ടം കിട്ടിയപ്പോൾ ഇതാ ഇവിടെ ഒരു വൈലറ്റ് ബൊലേറോ വന്നിട്ടുണ്ട്. ഒരു നൈസായാലും വേഗം ഓടി ഇറങ്ങി ചെയ്തു. അവർ ഡോറൊന്നും അടച്ചിട്ടില്ല കേട്ടോ. ഡ്രൈവർ അതിൻ്റെ ബാക്കിലിരിക്കണ്ടായിരുന്നു. എന്തോട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നിട്ടാണ്. ടോയ്ലറ്റിലേക്ക് ഓടുന്നത് കണ്ടു. ഈ ടോയ്ലറ്റിക്ക് അർജൻറ്റായിട്ട് വന്നതെങ്ങാനാവും ബെഡ്. നമ്മുടെ ഇവിടേക്ക് ഒരു വട്ടം വന്നു. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കടയിലേക്കൊക്കെ കയറിയിട്ട് ഒരു ഇതൊക്കെ മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഷവർമ റോളൊക്കെ മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ ആൾ കയറി തോന്നുന്നുണ്ട്. നമുക്കിനി എന്തായാലും വണ്ടി എടുത്തിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. പാട്ടൊക്കെ വെക്കണം. പാട്ട് സെറ്റപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അയ്യോ, ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ അക്ഷയൻ്റെ ഇപ്പുറത്തുള്ള ഫ്ലാറ്റിലാണ് കേട്ടോ ഗൈസ്. ഇപ്പുറത്തല്ല, അപ്പുറത്ത്, സോറി. നമ്മുടെ പുതിയ അക്ഷയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ മതിൽ കെട്ടി കാണില്ലേ, അതാണ് നമ്മുടെ അക്ഷയ ഗൈസ്. അതിൻ്റെ അപ്പുറത്തുള്ള ഫ്ലാറ്റ് പറഞ്ഞാൽ ഇത് ഫ്ലാറ്റ് അല്ല, അതിൻ്റെ ചേട്ടാ ഇതല്ല അതിൻ്റെ അപ്പുറത്തുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇതാണ് അപ്പം ഫ്ലാറ്റ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ആ ഫ്ലാറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരപ്പം തന്നെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ സ്കാനർ പോലത്തെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ അവർക്ക് സ്കാൻ ചെയ്യാൻ വേണമെങ്കിൽ ഫോണിൽ നിന്ന് തന്നെ GP പോലെ ആക്കാൻ പറ്റും. ഓക്കെ, അവരങ്ങനെ നമുക്ക് പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. സ്കാൻ ചെയ്ത് എത്ര രൂപ ആയിരുന്നു ഫോണിൽ തന്നെ അറിയും. അവിടെ ഇറങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അവർ ഇറങ്ങി ഞാൻ കണ്ടില്ല. അവർ ബാക്കിൽ കൂടെ ഗൈസ് ഇറങ്ങിയത്, ബാക്കിലത്തെ ഡോറ് തുറന്നിട്ട്. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അടുത്ത ഓട്ടം കിട്ടണവരെ ഗൈസ് വന്നപ്പോഴത്തേനും ഇത് നമുക്കൊരു അടുത്ത പണി കിട്ടിയ ഒരു ഓർഡറാണ്. ഓർഡർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വില്ലേജില്ലേ, നമ്മുടെ ജുറാസിക് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആ വില്ലേജിലേക്കാണ് നമ്മൾ ഓർഡർ എത്തിച്ചു കൊടുക്കും. അതുപോലെ ടാക്സി ആയിട്ട് ഓടും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ വർക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക എന്തായാലും. അപ്പോൾ നമുക്കിതിൽ പാട്ട് സിസ്റ്റമൊക്കെ പിടിപ്പിക്കണം, എന്നിട്ട് പാട്ടൊക്കെ വെച്ച് ചില്ലായി പോവാം. അപ്പോൾ അവർക്കൊരു ഗുമാവും ഗൈസ്, പറഞ്ഞാൽ ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് കത്തിച്ച് ഇവിടെ എത്താനായി ഏകദേശം. നമ്മുടെ ബൊലേറോ ആയി കാരണം ഓഫ് റോഡും സംഭവങ്ങളും ഒക്കെ പോവും. അധികം ഓഫ് റോഡൊന്നും പോവില്ല, ചെറുതായിട്ടൊക്കെ ഓഫ് റോഡ്. ഓ കറക്റ്റ് ഗൈസ്, അതിൽ ഡോറ് ലൂസായി. അപ്പത്തേനും ഈ വീട് ഈ കാണുന്നതാണ് കേട്ടോ. ഇതല്ല, ഈ പച്ച വീടാണ്. ഈ വീടിൻ്റെ എൻട്രൻസ് ഇതന്നല്ലേ, അപ്പുറത്തെ തോന്നുന്നുണ്ട് ഗൈസ്. തോന്നിയ വഴി കൂടെ ഒക്കെ എടുത്തോടുന്നിട്ട് നമ്മളെ തല്ലി കൊല്ലുമോ? എന്തായാലും ശരി, നമുക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം. കാണിക്കുമ്പോൾ ഒരു മര്യാദക്കൊക്കെ കാണിക്കണം. വിടുമ്പോൾ കൊണ്ട് ഇടിക്കരുത്. ഇവിടെ സ്പേസും ഇല്ല തേങ്ങ. ഓക്കെ, നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങിക്കൊടുക്കാം, അത് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ ഇവിടെ ഇട്ട് തിരിച്ച് വേഗം പോവാലോ. ഇതെന്തത് പറയുമ്പോൾ കേരള ഫ്രാങ്ക്. പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജാസിം എന്ന് വിളിക്കണേന്ന്. ഒന്നും നല്ല ഗൈസ്, നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിലായിരുന്നു അത് കളിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ആ ഒരു ക്യാരക്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസിം എന്ന്. ഓക്കെ, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 280 രൂപയാണ് കേട്ടോ. അതിൻ്റെ ആ 280 രൂപ നമുക്ക് തന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാമല്ലോ, വണ്ടി അപ്പുറത്തെ സൈഡിലാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചെയ്യാൻ എന്തൊക്കെയാ വെച്ചാൽ കാട്ടിക്കോട്ടിയേക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.